രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നം അതെത്ര സങ്കീർണമാണെങ്കിലും അതെത്ര ഗുരുതരമാണെങ്കിലും അതെത്ര വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതാണെങ്കിലും മറ്റൊരു രാജ്യത്തിൻ്റെ ഇടപെടൽ ഏറ്റവും സുപ്രധാനമായി മാറുന്നത് സമാധാനത്തിനുള്ള വഴികൾ തേടാൻ അവരെ പ്രേരിപ്പിക്കുമ്പോഴാണ്. എന്തുകൊണ്ടാണ് ഇസ്രയേൽ അമേരിക്ക കൂട്ടുകെട്ടിൽ ഇറാന് മേൽ നടക്കുന്ന ഈ ആക്രമണത്തെ നിയന്ത്രിക്കാനോ തടുക്കാനോ സമാധാനത്തിൻ്റെ വഴികളിൽ ഏറ്റവും ഒടുവിൽ ഇവരെയൊക്കെ ബന്ധിപ്പിക്കാനോ ലോകത്ത് കാഴ്ചക്കാരെ നിൽക്കുന്ന മറ്റ് രാഷ്ട്രങ്ങൾക്ക് കഴിയാതെ പോകുന്നത് എന്നത് നമ്മുടെ മുന്നിലുള്ള പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഞാൻ ഈ ചർച്ച തുടങ്ങുന്നത് ഇറാനിയൻ പാർലമെന്റിലെ ദേശീയ സുരക്ഷാ കമ്മിറ്റിയുടെ തലവനായ ഇബ്രാഹിം അസീസി എക്സിൽ കുറിച്ചിരിക്കുന്ന ഒരു പോസ്റ്റുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത്, ഞങ്ങൾ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു, ഇപ്പോൾ നിങ്ങൾ ഒരു പാതയിലൂടെ സഞ്ചരിച്ചു തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ അർത്ഥം ഇനി കാര്യങ്ങൾ നിങ്ങളുടെ നിയന്ത്രണത്തിലല്ല എന്നാണ്. ഗൾഫ് മേഖല ഒന്നാകെ, മധ്യപൂർവേഷ്യൻ മേഖല ഒന്നാകെ യുദ്ധത്തിലേക്ക് തള്ളിവിടുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടിരിക്കുകയാണല്ലോ. ആരാണ് അതിൻ്റെ ഉത്തരവാദി? എന്താണ് ഈ ആക്രമണത്തിലൂടെ ഇസ്രയേലും അമേരിക്കയും ലക്ഷ്യമിടുന്നത്? നോക്കൂ ശ്രീ ഗോപികൃഷ്ണൻ, ഇതൊരു വളരെ എന്താ പറഞ്ഞ ഒരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണ്. ആരാണ് ഇതിന് ഉത്തരവാദി എന്ന് പറഞ്ഞാൽ പലരും പല കാലഘട്ടങ്ങളിൽ പല രാജ്യങ്ങൾ ഇതിനകത്ത് ഈ ഒരു സ്ഥിതിയിലേക്ക് എത്തിയതിനകത്ത് ഉത്തരവാദിത്വം ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നടക്കുന്നത് ഡെഫിനറ്റ്ലി US-ഉം ഇസ്രയേലും കൂടെ ഇനിഷ്യേറ്റ് ചെയ്ത ഒരു യുദ്ധം തന്നെയാണ്. പ്രത്യേകിച്ച് ഒമാനിൻ്റെ ലീഡർഷിപ്പിൽ ഒരു ഡീൽ US-ഉം ഇറാനും തമ്മിൽ നടക്കുന്നു. JD വാൻസ് US വൈസ് പ്രസിഡന്റ് അതിൻ്റെ ഒരു ടോക്സുമായിട്ട് മുന്നോട്ട് പോകുന്നു. പോസിറ്റീവായിട്ടുള്ള രീതിയിലേക്കാണ് ഇതുവരെ ടോക്സ് നടന്നത് എന്നൊക്കെ ഉള്ള സ്ഥിതിയിൽ നിൽക്കുമ്പോഴാണ് വളരെ പെട്ടെന്ന് ഇങ്ങനൊരു യുദ്ധത്തിലേക്ക് പോകാനുള്ള സാഹചര്യം വന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എനിക്ക് തോന്നുന്നു US നേരത്തെ പ്ലാൻ ചെയ്ത ഒരു പ്ലാൻ തന്നെയാണ് ഇത്. കാരണം പെട്ടെന്നുള്ള ഒരു ദിവസം പെട്ടെന്ന് ഇങ്ങനെ ഒരു ഓപ്പറേഷൻ ചെയ്യാമെന്ന് സാധിക്കില്ല. കാരണം അതിനു വേണ്ടിയുള്ള എല്ലാ ലോജിസ്റ്റിക് ബാക്കപ്പും എല്ലാം ചെയ്തു വെച്ചിട്ട് തന്നെയാണ് അവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവരുടെ ലക്ഷ്യം ക്ലിയർ ആണ്, ഒരു ഭരണമാറ്റം ഇറാനിൽ വേണം. അപ്പോൾ ആദ്യം ജൂൺ 2024 ഒക്ടോബർ 2025 ഒക്ടോബർ 24 ജൂൺ 2025 ഒക്കെ ഇതേപോലെ ഇറാൻ്റെ മേളിൽ ഒരു അറ്റാക്ക് നടത്തിയപ്പോഴും അന്ന് അവരുടെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാൻ പാടില്ല, ന്യൂക്ലിയർ വെപ്പൺ എടുക്കാൻ പാടില്ല എന്നുള്ളതാണെങ്കിൽ ഇപ്രാവശ്യം ഡൊണാൾഡ് ട്രംപിൻ്റെ ആ സ്പീച്ച് 8 മിനിറ്റിൻ്റെ ആ സ്പീച്ചൊക്കെ ആണെങ്കിൽ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ഇത് ഇറാനിയൻ ജനതയെടുത്ത് അദ്ദേഹം പറയുകയാണ്, ഇത് നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് അവസരമാണ്, ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് നിങ്ങൾ ഒരു ഭരണമാറ്റത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ള രീതി തന്നെയാണ്. അപ്പം ബാക്കി എത്രയൊക്കെ ന്യായീകരിച്ചാലും ഒരു ഭരണമാറ്റം തന്നെയാണ് US-ൻ്റെ ഒരു ലക്ഷ്യം. അതിലൂടെ അവിടെ സമാധാനം കിട്ടും എന്നുള്ള രീതിയിലാണ് അവരുടെ ഒരു പദ്ധതി. പക്ഷേ വിപരീതമായിട്ട് നേരത്തെ ഇറാൻ ഞാൻ ഒരൊറ്റ കാര്യം അതിനിടയിൽ ചോദിച്ചിട്ട്, ഇപ്പോൾ ഇറാന്റെ ആണവ പദ്ധതി, അതുപോലെ തന്നെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ വികസനം, ഈ വിഷയങ്ങളിലൊക്കെ അമേരിക്ക നേരത്തെ തന്നെ ഇതൊക്കെ നിയന്ത്രിക്കണമെന്ന് പറഞ്ഞിരുന്നു. ഇറാൻ പറഞ്ഞത് ഞങ്ങൾ ഉപരോധത്തിൽ നിന്ന് ആദ്യം മാറ്റൂ, അതിനുശേഷം നിയന്ത്രണങ്ങളെക്കുറിച്ച് സംസാരിക്കാമെന്നാണ്. അപ്പോൾ ഉപരോധം നേരിടുന്ന ഇറാൻ പോലൊരു രാഷ്ട്രം കടുത്ത പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന സാഹചര്യമാണ്. ഒരു പരമാധികാര സ്വതന്ത്ര രാഷ്ട്രം എന്ന നിലയിൽ ഇറാന്റെ ശബ്ദം ഉയർത്താനുള്ള അവകാശമുണ്ട്. അവിടെ ഇത് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു പ്രീ പ്ലാൻഡ് അറ്റാക്കാണ്, ഇതൊരു പ്രീ എംപ്റ്റീവ് അറ്റാക്ക്. അത് ഇസ്രായേലിൻ്റെ ശൈലിയാണ്, ഇസ്രായേലിൻ്റെ മുന്നിലുള്ള വഴി അതാണ്. കാരണം ഇസ്രായേൽ പറയുന്നത് അവർക്ക് കഴിയുന്ന രീതി അവിടെ നിന്ന് എതിരാളിയുടെ ആക്രമണം വരുന്നതിന് മുൻപേ അവരെ അങ്ങോട്ട് കയറി ആക്രമിക്കുന്നതാണ്. പക്ഷേ ഇതൊക്കെ നടക്കുന്നത് എപ്പോഴാണ്? സമാധാന ശ്രമങ്ങൾ നടക്കുമ്പോൾ. ഈ ആണവ പരീക്ഷണവുമായി ബന്ധപ്പെട്ട അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ആവശ്യങ്ങൾ സംബന്ധിച്ച കാര്യങ്ങളിൽ ഒരു തീരുമാനമുണ്ടാകാൻ വേണ്ടിയുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയാണ് മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പോടുകൂടി താങ്കൾ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഒരു ആക്രമണം തുടങ്ങി വെച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവർക്ക് വളരെ കൃത്യമായ ലക്ഷ്യമുണ്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇറാന്റെ ഭരണകൂടത്തെ അട്ടിമറിക്കുക എന്ന്. അതാണ് 8 മിനിറ്റ് നീണ്ട ഡൊണാൾഡ് ട്രംപിന്റെ പ്രസംഗത്തിൽ നമുക്ക് മനസ്സിലാകുന്നത്. ഇറാന്റെ വളർച്ച, ഇറാന്റെ മുന്നോട്ട് പോക്ക് ഞങ്ങളുടെ യൂറോപ്പിലെ സൗഹൃദ രാഷ്ട്രങ്ങളെ ബാധിക്കും, അമേരിക്കയുടെ സൈനിക താവളങ്ങളെ ബാധിക്കും, നാളെ അത് അമേരിക്കയ്ക്ക് നേരെയുള്ള ഒന്നായി മാറും എന്നൊരു ന്യായം പറയുകയാണ് ഡൊണാൾഡ് ട്രംപ്, അല്ലേ? തീർച്ചയായിട്ടും അത് തന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത്. ഭരണമാറ്റം തന്നെയാണ് അവരുടെ ലക്ഷ്യം. US-നെ സംബന്ധിച്ചോളം ഇറാൻ എപ്പോഴും ഒരു വെല്ലുവിളി എന്നുള്ള നിലയിൽ, കാരണം ഇറാൻ്റെ ഭാഗത്തും ഇതേപോലെ തന്നെ പല സ്റ്റേറ്റ്മെൻറ്റ്സും മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അതായത് US-നെ ഇല്ലാതാക്കും, ഇസ്രായേലിനെ ഇല്ലാതാക്കും എന്നൊക്കെ. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഇറാൻ്റെ ഭാഗത്തു നിന്ന് തന്നെ അവരുടെ പ്രോക്സീസ് ആയിട്ട് ഹുത്തീസ്, ഹമാസ്, ഹെസ്ബുല്ല അങ്ങനെയൊക്കെയുള്ള നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് ഉപയോഗിച്ച് പല രീതിയിലുള്ള അറ്റാക്സും അവരും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് ഭാഗത്തും ഉള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇപ്പം എനിക്ക് തോന്നുന്നു ഡൊണാൾഡ് ട്രംപ് ഇതിനെ ഒരു ഓപ്പർച്യൂണിറ്റി ആക്കി എടുക്കുകയായിരുന്നു.
ഈ ഒരു ടോക്സ് എനിക്ക് തോന്നുന്നു ഒരു ഡിസപ്ഷനായിട്ട് മാത്രമാണ്. അതായത് ടോക്സ് ചെയ്തുകൊണ്ടിരുന്നോട്ടെ അതിൻ്റെ മറവിൽ ഇവർ ഒരു പ്രിപ്പറേഷൻ ചെയ്ത് അറ്റാക്ക് ചെയ്യുകയായിരുന്നു. അതും മുൻകാലങ്ങളിൽ രാത്രിയായിരുന്നു ചെയ്തതെങ്കിൽ അല്ലെങ്കിൽ ഒരു ഞങ്ങളല്ല ചെയ്തതെന്നൊക്കെ പറഞ്ഞു വരുന്നതിന് കുറച്ച് സമയമുണ്ടാകും. പക്ഷേ ഇപ്പം പകൽ തന്നെ അവരാണ് ചെയ്തത്. ആ അറ്റാക്കിൻ്റെ ഇപ്പം വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ അതിൻ്റെ അറ്റാക്ക് 2 ടാർഗറ്റ്സ് ആയിരുന്നു പ്രൈമറിലി അവർ നോക്കിയത്. ഒന്ന് ലീഡർഷിപ്പിന്, ചില റിപ്പോർട്ട്സിൽ വരുന്നുണ്ട് ഖമേനി ഉൾപ്പെടെയുള്ള ചില ലീഡേഴ്സിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ഇൻ്റലിജൻസ് കിട്ടിയതിൻ്റെ പേരിലാണ് അവിടെ അറ്റാക്ക് ചെയ്തത്. രണ്ടാമത് അവർ എയർ ഡിഫൻസ് സിസ്റ്റത്തിനെ മൊത്തം ഇല്ലാതാക്കാനുള്ളൊരു ശ്രമം. അതിൻ്റെ അർത്ഥം ഇനി വരും ദിവസങ്ങളിൽ ഇത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയാണ്. കാരണം എയർ ഡിഫൻസ് സിസ്റ്റം ഉണ്ടെങ്കിൽ എയർഫോഴ്സിനൊക്കെ പോയി അറ്റാക്ക് ചെയ്യാൻ അത്രയും പാടായിരിക്കും. പക്ഷേ ഇപ്പോൾ അവർ എയർ ഡിഫൻസിനെ ആദ്യം തന്നെ അവർ ഇല്ലാതാക്കി കഴിഞ്ഞാൽ പിന്നീട് കംപ്ലീറ്റ് എയർ ഡോമിനൻസിലേക്ക് മാറാനുള്ളൊരു സാധ്യതകളുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ലീഡർഷിപ്പിനെ ഇല്ലാതാക്കുക, കംപ്ലീറ്റ് എയർ ഡോമിനൻസ് കിട്ടുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. പക്ഷേ അതുപോലെ തന്നെ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ ഒരു കാര്യം കൊണ്ട് ശ്രീ ഗോപികൃഷ്ണൻ, നമ്മൾ US പ്രിപ്പയർഡ് ആയിരുന്നു അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ ഇറാന്റെ ഭാഗത്തു നിന്നുള്ള റിയാക്ഷൻ, കൗണ്ടർ അറ്റാക്ക് വളരെ പെട്ടെന്ന് തന്നെ വന്നു. അതായത് അവർക്കും എനിക്ക് തോന്നുന്നു അവരും ഒരു പരിധി വരെ എനിക്ക് തോന്നുന്നു അവരും എക്സ്പെക്ട് ചെയ്തിരുന്നു US-നെ ഇങ്ങനെ ചെയ്യും എന്നുള്ളത്. ഞാൻ ഇന്ത്യ ടുഡേയിൽ US-ന്റെ ഫോറിൻ മിനിസ്റ്ററിന്റെ ഇന്റർവ്യൂ കാണുമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, അതായത് വി ആർ പ്രിപ്പയർഡ് എന്നുള്ളത്. അതായത് നമുക്ക് US-നെ വിശ്വസിക്കാൻ പറ്റില്ല, അവരും പ്രിപ്പയർഡ് ആണെന്ന്. അപ്പം അതിൻ്റെ അർത്ഥം ലീഡർഷിപ്പ് മാറിയെങ്കിലും ഓൾറെഡി അവർക്ക് ഓർഡേഴ്സ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ അറ്റാക്ക് നടക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണമെന്നുള്ളത്. അതിൻ്റെ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള വളരെ അൺഫോർച്ചുനേറ്റ് എന്ന് പറഞ്ഞിട്ട് 6 മിഡിൽ ഈസ്റ്റേൺ കൺട്രീസിലേക്ക് അവർ അറ്റാക്ക് ചെയ്തു. അത് US ബേസിലാണെങ്കിൽ തന്നെയും അത് വലിയ രീതിയിലുള്ള നമ്മളെ പോലുള്ള ആളുകളെ എല്ലാവരെയും കേരളത്തിലുള്ള ആയാലും ശരി ഭാരതത്തിലുള്ള ആളുകളെ എഫക്ട് ചെയ്യുന്ന രീതിയിലേക്ക് അത് മാറി. അത് ഒരു സർപ്രൈസിങ് ഫാക്ടർ ആയിരുന്നു. ഇറാൻ ഇത്രയും പെട്ടെന്ന് ഈ മിഡിൽ ഈസ്റ്റിലെ കൺട്രിയിലേക്ക്, ഇപ്പം UAE-യിലായാലും ശരി, അത് കുവൈറ്റിലായാലും ശരി, വളരെ സ്വാഭാവികമല്ലേ. ഇപ്പോൾ കഴിഞ്ഞ ജൂണിൽ ഇതുപോലൊരു സാഹചര്യം ഉണ്ടായപ്പോഴും ഇറാൻ ലക്ഷ്യമിട്ടത് അന്ന് ഖത്തറിലെ അമേരിക്കൻ സേനാ താവളത്തെ ആയിരുന്നു. സ്വാഭാവികമാണല്ലോ, ആ പ്രദേശത്തെ ഗൾഫ് മേഖലയിലുള്ള അമേരിക്കൻ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടായിരിക്കും ഇറാന്റെ തിരിച്ചടി എന്നത് താങ്കൾ പറഞ്ഞതുപോലെ വെൽ കാൽക്കുലേറ്റഡ് ആണ്. അത് ഇസ്രായേലിനും അമേരിക്കയ്ക്കും അറിയാമായിരുന്നല്ലോ. അല്ല, അതിന്റെ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ ഗോപികൃഷ്ണൻ, അതിനകത്ത് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഖത്തറിന്റെ അഗെയിൻസ്റ്റ് ആയിട്ട് ഒരു സിംബോളിക് ആയിട്ട് മാത്രമാണ്, അതായത് വലിയ രീതിയിലുള്ള അറ്റാക്ക് ചെയ്യണമെന്ന് ഉദ്ദേശമില്ല. പക്ഷെ ഇപ്രാവശ്യം അങ്ങനല്ല. ഇപ്രാവശ്യം അവർ പല സിവിലിയൻ ഏരിയസിൽ പോലും ടാർഗറ്റ് ചെയ്തിട്ടുള്ള ഒരു അറ്റാക്ക് നടന്നതായിട്ട് നമ്മളിപ്പം വരുന്ന റിപ്പോർട്ട്സ്. അപ്പോൾ അത് ഡെഫിനറ്റ്ലി ഒരു എസ്കലേഷനിൽ അവർക്ക് മടിയില്ല എന്ന് കാണിക്കാൻ വേണ്ടി തന്നെയാണ്. അതായത് അവരും പ്ലാൻഡ് ആണ്, ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ്. അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള പിന്മാറ്റം അവരുടെ ഭാഗത്തും ഇല്ല എന്നുള്ളത് തന്നെയാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കേണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.